ഗൈസ്, എല്ലാവരും പറയുന്ന കാര്യമാണ് റെസിപ്രോക്കൽസും ഫ്രാക്ഷൻസും ഫുള്ള് മാറിപ്പോകുന്നു മിസ് എന്നുള്ളത്. ഇനി ആ ഒരു പ്രശ്നം വരില്ല കേട്ടോ. ബിക്കോസ് ഈ ഒരു 5 ചോദ്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഓൺ എക്സാമിന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ നിങ്ങൾ പോകുന്ന അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്ന 5 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ 5 ടൈപ്പ് ചോദിക്കുള്ളൂ. സോ പഠിക്കാൻ റെഡി അല്ലേ? അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ഫസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈപ്പ് 1. നമ്മളുടെ ടൈപ്പ് 1 മിസ് കാണിച്ചുതരാം. അതായത് നിങ്ങളോട് ചോദിക്കും, ഇപ്പോ 3/4 റെസിപ്രോക്കൽ എത്ര, അല്ലെങ്കിൽ വ്യുൽക്രമം. ഓക്കെ, റെസിപ്രോക്കൽ അല്ലെങ്കിൽ വ്യുൽക്രമം 1 മാർക്കിന് എന്തായാലും ചോദിക്കും. 1 മാർക്കിൽ തുടങ്ങിയേ ഉള്ളൂ കേട്ടോ, അതിൽ വലുതൊക്കെ വരാനുണ്ട്. ഓക്കെ, റെസിപ്രോക്കൽ, വ്യുൽക്രമം, വിപരീത ഭിന്നം എന്തായാലും 1 മാർക്കിന് ഷുവറാണ്. അപ്പൊ 3/4 വ്യുൽക്രമം അല്ലെങ്കിൽ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇതിനെ തിരിച്ചെഴുതിയത് ദാറ്റ് ഈസ് 4/3 ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത് നോക്ക്, നിങ്ങളോട് ഇപ്പൊ ചോദിക്കുകയാണ് 2ന്റെ റെസിപ്രോക്കൽ എന്താ? അപ്പൊ നിങ്ങൾ എന്ത് പറയും? 2 എന്ന് പറഞ്ഞാൽ ഏതൊരു നമ്പർ എടുത്താലും 2 ആയിക്കോട്ടെ, 4 ആയിക്കോട്ടെ, 5 ആയിക്കോട്ടെ, 6 ആയിക്കോട്ടെ, ഏതൊരു നമ്പർ എടുത്താലും അതിന് ശരിക്കും ഒരു ബൈ 1 ഉണ്ട്. 2 ആണെങ്കിൽ അവിടെ എന്തുണ്ട്? 2/1 ആയിരിക്കും. 5 ആണെങ്കിൽ 5/1 ഉണ്ട്. 6 ആണെങ്കിൽ 6/1 ഉണ്ട്. ഇനി നിങ്ങൾക്ക് അറിയാലോ 2/1ന്റെ റെസിപ്രോക്കൽ എന്താണ്? 1/2. അപ്പൊ 5ന്റെ റെസിപ്രോക്കൽ 1/5, 6ന്റെ റെസിപ്രോക്കൽ 1/6, 7ന്റെ റെസിപ്രോക്കൽ 1/7. സിമ്പിൾ അല്ലേ? ഇനി നിങ്ങളോട് ചോദിക്കുകയാണ്, പോട്ടെ ഇതും അല്ല, ഇവർ മാറി ചിന്തിച്ചു. ഇവർ ചോദിക്കുകയാണ് 3/1/2ന്റെ റെസിപ്രോക്കൽ എന്താണ് എന്ന് ചോദിച്ചു. ഓക്കെ, 3/1/2ന്റെ റെസിപ്രോക്കൽ. അപ്പൊ ഈ 3/1/2ന്റെ റെസിപ്രോക്കൽ ചോദിക്കുമ്പോൾ പല കുട്ടികളും എഴുതി വെക്കും 3/1/2ന്റെ റെസിപ്രോക്കലോ 3/2/1. തെറ്റാണ് മക്കളെ. അതായത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതിനെ നമ്മളുടെ സാധാരണ ഫ്രാക്ഷനിലേക്ക് മാറ്റുക. 2 × 3 എത്രയാണ്? 6 ആണ്. ഈ 6നോട് 1 ആഡ് ചെയ്യുന്നു. 6 + 1 ബൈ എന്താണോ ഡിനോമിനേറ്ററിൽ അത് എഴുതുന്നു. ദാറ്റ് ഈസ് 7/2 ആയിരിക്കും. ആദ്യം അതിനെ സാധാരണ ഫ്രാക്ഷനിലേക്ക്, നോർമൽ ഫ്രാക്ഷനിലേക്ക്, നമ്മളുടെ സ്വന്തം ഭിന്നസംഖ്യയിലേക്ക് മാറ്റുക. എന്നിട്ട് വേണം റെസിപ്രോക്കൽ എഴുതാൻ. എന്തായിരിക്കും? 2/7 ആയിരിക്കും. അപ്പൊ മറക്കരുത്, ഇതാണ് ടൈപ്പ് 1 എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് വി ആർ മൂവിങ് ടു ദ ടൈപ്പ് 2. ഓക്കെ, ടൈപ്പ് 2 ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ടൈപ്പ് 2. ഓക്കെ, ടൈപ്പ് 2 എന്ന് പറയുന്നത് എന്താണെന്നറിയോ? സുമ ഹാസ് 16 rupees with her. Safir has 4 rupees. What part of Suma's money does Safir have? How many times of Safir money does Suma have? സുമയുടെ കയ്യിൽ 16 രൂപയുണ്ട്, സഫീറിന്റെ കയ്യിൽ 4 രൂപയുണ്ട്. സുമയുടെ കയ്യിലുള്ളതിന്റെ എത്ര ഭാഗമാണ് സഫീറിന്റെ കയ്യിലുള്ളത്? സഫീറിന്റെ കയ്യിലുള്ളതിന്റെ എത്ര മടങ്ങാണ് സുമയുടെ കയ്യിലുള്ളത്? അതായത് നമുക്ക് ആരൊക്കെ ഉണ്ട്? സഫീറും ഉണ്ട്, സുമയുണ്ട്. ആരാണ്? സഫീറും ഉണ്ട്, സുമയുണ്ട്. സഫീറിന്റെ കയ്യിൽ എത്രയാണുള്ളത്? സഫീറിന്റെ കയ്യിൽ പാവം 4 രൂപയേ ഉള്ളൂ. സുമന്റെ കയ്യിൽ എത്രയാണുള്ളത്? സുമ പൈസക്കാരിയാ, 16 രൂപയുണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങളോട് എന്താ ചോദിക്കാറിയോ? സഫീറും സുമയും ആവണമെന്നൊന്നും ഇല്ല കേട്ടോ. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും, ഒരു പാക്കിൽ 5 കിലോഗ്രാം പഞ്ചസാരയുണ്ട്, മറ്റേ പാക്കിൽ 25 കിലോഗ്രാം പഞ്ചസാരയുണ്ട്, അല്ലെങ്കിൽ ഒരു ഡംബലിന്റെ വെയിറ്റ് 6 kg ആണ്, മറ്റേ ഡംബലിന്റെ വെയിറ്റ് ഒരു 12 kg ആണ്. അങ്ങനെയൊക്കെ പറഞ്ഞ് 2 അളവുകൾ തരും. എന്നിട്ട് നമ്മളോട് ചോദിക്കും ഇവന്മാർ തമ്മിലുള്ള ബന്ധം ഓക്കെ ടൈംസിൽ അല്ലെങ്കിൽ മടങ്ങിൽ എഴുതാൻ പറയും. നമ്മളോട് ചോദിച്ചത് ആ ക്വസ്റ്റ്യൻ നോക്ക്. ഹൗ മെനി ടൈംസ് സഫീർ മണി ഡസ് സുമ ഹാവ്? സഫീറിന്റെ കയ്യിലുള്ളതിന്റെ എത്ര മടങ്ങാണ് സുമയുടെ കയ്യിലുള്ളത്? ഇനി നേരെ തിരിച്ചും ചോദിക്കും. അതായത് ഇതാ നോക്കി, നിങ്ങളോട് നേരെ തിരിച്ച് ഇവന്മാർ തമ്മിൽ ഭാഗവും അല്ലെങ്കിൽ പാർട്ട് എഴുതാൻ പറയും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്, വാട്ട് പാർട്ട് ഓഫ് സുമാസ് മണി ഡസ് സഫീർ ഹാവ്? അതായത് സുമയുടെ കയ്യിലുള്ളതിന്റെ എത്ര ഭാഗമാണ്? അപ്പൊ 2 ആൾക്കാർ തന്നിട്ട് അതിൽ നമ്മളുടെ എന്തൊക്കെ ചോദിക്കും? ഭാഗവും ചോദിക്കും, അതുപോലെ മടങ്ങും, ടൈംസും പാർട്ടും ചോദിക്കും. അപ്പൊ ടൈംസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ട അറിയോ? ടൈംസ് എന്ന് പറഞ്ഞാൽ വലിയ നമ്പർ ബൈ ചെറിയ നമ്പർ ആണ് ടൈംസ്. അതായത് 16/4 എന്താ വരിക? 4 ടൈംസ് ആയിരിക്കും, 4 മടങ്ങായിരിക്കും ആൻസർ. ഓക്കെ, എന്താണ്? 4 ടൈംസ് ആണ്, 4 മടങ്ങാണ് ആൻസർ. ഇനി ഭാഗം ചോദിച്ചാലോ? ഭാഗം എന്ന് പറയുന്നത് ഈ മടങ്ങിന്റെ റെസിപ്രോക്കൽ ആണ്. മടങ്ങിന്റെ റെസിപ്രോക്കൽ അല്ലെങ്കിൽ വ്യുൽക്രമാണ്. 4ന്റെ റെസിപ്രോക്കൽ എന്താണ്? 1/4 ഭാഗം അല്ലെങ്കിൽ 1/4 പാർട്ട് എന്നാ പറയാ. അപ്പൊ ഭാഗത്തിലും മടങ്ങിലും എഴുതാൻ പഠിച്ചേ. എന്താ ചെയ്യേണ്ടത്? വലുത് ബൈ ചെറുത് കണ്ടാൽ നിങ്ങൾക്ക് മടങ്ങ് കിട്ടും, ഭാഗം കാണാൽ അതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. അപ്പൊ ടൈപ്പ് 2 നമ്മൾ പഠിച്ചു. ഇനി അടുത്ത നോക്ക്, ടൈപ്പ് 3. ഓക്കെ, അടുത്ത ആരാണ്? നമ്മളുടെ സ്വന്തം ടൈപ്പ് 3. ഓക്കെ, ടൈപ്പ് 3 എന്താ പറയുന്നതെന്ന് വെച്ചാൽ സാധനം ഇത്രയേ ഉള്ളൂ.
If 3/4 of a number is 12, what is the number? ഒരു സംഖ്യയുടെ 3/4 ഭാഗം 12 ആയാൽ സംഖ്യ എന്താണ്? ഞാൻ ചോദിക്കട്ടെ, 25ന്റെ 1/5 ഭാഗം അല്ലെങ്കിൽ 1/5 ഓഫ് 25 നിങ്ങൾ എങ്ങനെയാ കാണാ? 1/5 ഓഫ് 25 അല്ലെങ്കിൽ 25ന്റെ 1/5 ഭാഗം എങ്ങനെയാ കാണാ? നമ്മൾ ഫ്രാക്ഷനിൽ പഠിച്ചിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്താൽ മതി? 25 അല്ലെങ്കിൽ 1/5 ഇൻറ്റു 25 കണ്ടാൽ നമുക്ക് ആൻസർ കിട്ടും അല്ലെ? പക്ഷെ ഇവിടെ നിങ്ങളോട് ചോദിച്ചാൽ നോക്ക്, 3/4 ഓഫ് എ നമ്പർ, ഇവിടെ നമ്പർ 25 തന്നിട്ടുണ്ട്. 25ന്റെ 1/5 ഭാഗമായിരുന്നു നമ്മളോട്. ഇങ്ങനെയാണ് നമ്മളുടെ ഫ്രാക്ഷനിൽ ചോദിക്കാറ്. പക്ഷെ ഈ ഒരു ചാപ്റ്റർ എത്തിയപ്പോൾ മാറി മറിഞ്ഞു. അതായത് ഇവർ ചോദിക്കുന്നതെന്ന് വെച്ചാൽ 3/4 ഓഫ് എ നമ്പർ ഈസ് 12, വാട്ട് ഈസ് ദ നമ്പർ? അതായത് സംഖ്യയുടെ 3/4 ഭാഗം 3/4 ഓഫ് നമ്പർ അല്ലെങ്കിൽ സംഖ്യയുടെ 3/4 ഭാഗം എന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്? 12 ആണ്. അങ്ങനെയെങ്കിൽ സംഖ്യ എന്ത് എന്നാ ചോദിച്ചത്. നമുക്കറിയാം ഒരു സംഖ്യയുടെ 25ന്റെ 1/5 ഭാഗം എന്ന് പറഞ്ഞാൽ 1/5 ഇൻറ്റു 25. അതുപോലെ തന്നെ നമുക്ക് നോക്ക്, 3/4 ഓഫ് എ നമ്പർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 3/4 ഇൻറ്റു നമ്പർ, എന്താണോ നമ്പർ അല്ലെങ്കിൽ എന്താണോ സംഖ്യ അതാണ് 12. ഇതിൽ ആരെയാ കാണേണ്ടത്? ദാ നോക്ക്, ഇവനെയാണ് നമ്മൾ കാണേണ്ടത്. അപ്പൊ ഇനി നിങ്ങൾ മനസ്സിലാക്കുക, നമുക്ക് ഒരു ഗുണനത്തിൽ നമുക്ക് നടുവിലുള്ള ആളാ തരാത്തതെങ്കിൽ, അതായത് നമുക്ക് അറിയുന്ന കാര്യമാണ് 8 ഇൻറ്റു 2 എന്ന് പറയുന്നത് എത്രയാണ്? 16 ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് എന്ത് തന്നിട്ടുണ്ട്? 8ഉം 16ഉം തന്നിട്ടുണ്ട്. ഈ 2 കാണാൻ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? ആക്ച്വലി 16/8 ചെയ്താൽ 2 കിട്ടും അല്ലെ? 16 ഹരിക്കണം 8 ചെയ്താൽ 12 കിട്ടും. വേറൊരു എക്സാമ്പിൾ ഇതാ നോക്ക്, ഞാൻ പറയാണ്, നമുക്കറിയാം 5 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 15 ആണ്. അങ്ങനെയെങ്കിൽ ഈ നടുവിലുള്ള ഈ ഒരു 3 കിട്ടാൻ നിങ്ങൾ ആക്ച്വലി എന്ത് ചെയ്താൽ മതി? 15/5 ചെയ്താൽ മതി, ബാക്കി 2 അറിയെങ്കിൽ. അതുപോലെ തന്നെയാണ് ഈ നടുവിലുള്ള നമ്പർ അല്ലെങ്കിൽ സംഖ്യ കിട്ടാൻ മക്കൾ എന്താ ചെയ്യേണ്ടത്? നമ്പർ അല്ലെങ്കിൽ സംഖ്യ കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? അത് ചെയ്യാൻ ഇത്രയേ ഉള്ളൂ, 12 ഹരിക്കണം 3/4 ചെയ്താൽ മതി. അപ്പൊ നമ്മൾ എന്തറിയണം? നമ്മളുടെ ഫ്രാക്ഷനെ ഹരിക്കാൻ അറിയണം. ഫ്രാക്ഷനെ ഹരിക്കാൻ വളരെ ഈസിയാണടാ, ഒന്നുമില്ല. 3/4 ഹരിക്കണം 2/5 എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മളുടെ ഹരണം ഗുണനം പോലെ തന്നെയാണ്, ചെറിയൊരു മാറ്റം വരുത്തിയാൽ മതി. അതായത് നമ്മൾ ഈ ഒരു 3/4 ഇങ്ങനെ തന്നെ എഴുതുന്നു, ഗുണിക്കണം, ഈ ഹരിക്കണം എന്നുള്ള ഗുണിക്കണമാക്കുന്നു, അതായത് ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആക്കുന്നു. ദെൻ എന്താ എഴുതുന്നത് വെച്ചാൽ ഇതിന്റെ റെസിപ്രോക്കൽ 2/5ന്റെ റെസിപ്രോക്കൽ എന്താണ്? 5/2. ഇനി നേരെ ചെയ്താൽ മതി, 3 ഇൻറ്റു 5 15 ആണ്, 4 ഇൻറ്റു 2 8 ആണ്. സോ ദ ആൻസർ ഈസ് 15/8 ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ ഹരിക്കുക. അങ്ങനെയെങ്കിൽ ഇവനെ നോക്കി നോക്ക്, ഇവൻ എങ്ങനെയായിരിക്കും ചെയ്യുക? നമ്മൾ ഈ 12നെ അങ്ങനെ തന്നെ എഴുതുന്നു അല്ലെ? 12 ഈ ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആക്കുന്നു, ഇതിന്റെ റെസിപ്രോക്കൽ 4/3. ഇനി മക്കൾക്ക് ഈ 12ന്റെ താഴെ ആരും ഇല്ല എന്നുള്ളൊരു സങ്കടം ഉണ്ടേ, 1 ഇട്ട് കൊടുത്തോ. ഇനി ഇവന്മാരെ ഗുണിക്കാൻ നിങ്ങൾക്ക് അറിയാലോ, 12 ഇൻറ്റു 4 എന്ന് പറയുന്നത് 48 ആണ്. ആൻഡ് 1 ഇൻറ്റു 3 എന്ന് പറയുന്നത് 3 ആണ്. 48/3, 4ൽ ഒരു 3 ആണുള്ളത്. 18ൽ എത്ര 3 ഉണ്ടാവും? 1 6 2 6 12 3 6 18 16 ആണ്. സോ ദ ആൻസർ ഈസ് 16. സംഖ്യ അല്ലെങ്കിൽ നമ്പർ എന്ന് പറയുന്നത് ഇതാണ് 16. ഇതാണ് ടൈപ്പ് 3 എന്ന് പറയുന്നത്. ഓക്കെ, ടൈപ്പ് 3 എന്ന് പറയുന്നത്. ടൈപ്പ് 4 എന്ന് പറയുന്നത് ആക്ച്വലി ടൈപ്പ് 3ന്റെ ബാക്കി തന്നെയാണ്. എന്നാലും ഞാൻ നിങ്ങളൊരു സമാധാനത്തിന് ആകെ 4 ടൈപ്പാണ് ഉള്ളതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വിചാരിക്കും മിസ് പറ്റിക്കുകയാണെന്ന് വിചാരിക്കേണ്ടെന്ന് വിചാരിച്ച് ഞാൻ വെറുതെ ആഡ് ചെയ്തതേ ഉള്ളൂ. നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് നമുക്ക് കഴിഞ്ഞ കാര്യം പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ കാര്യം നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും. അതായത് ഇവർ പറയാണ്, ഒരു റെക്ടാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് 1/2 സ്ക്വയർ മീറ്റർ ആണ്. ഇതിന്റെ ലെങ്ത് ഓഫ് വൺ സൈഡ് എന്ന് പറയുന്നത് 3/4 ആണ്. അങ്ങനെയെങ്കിൽ മറ്റേ സൈഡ് എത്ര? ഓക്കെ, ഒന്നിന്റെ എന്തായിരിക്കും? ഏരിയ എന്ന് പറയുന്നത് 1/2 ആണ്, ഒന്ന് 3/4 ആണ്, മറ്റേ സൈഡ് എത്ര? നമുക്കറിയാം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് അല്ലെ ഏരിയ എന്ന് പറയുന്നത് അല്ലെ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലെങ്കിൽ നീളം ഇൻറ്റു വീതിയാണ് എന്ത്? നമ്മളുടെ പരപ്പളവ് എന്ന് പറയുന്നത്. അതിൽ നീളം അല്ലെങ്കിൽ ലെങ്ത് തന്നിട്ടുണ്ട്, എന്താണ്? 3/4. 3/4 ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലെങ്കിൽ വീതി നമുക്കറിയൂല, ഈസ് ഈക്വൽ ടു എന്താണ്? ഏരിയ എത്രയാ? 1/2 ആണ്. എന്നിട്ട് നമ്മളോട് എന്താ പറഞ്ഞത്? ഈ നടുവിലുള്ള ആളെ കാണാനാണ് പറഞ്ഞത്.
മിസ് പറഞ്ഞു തന്നിട്ടുണ്ട്, നടുവിലുള്ളത് ഒരു ഗുണിക്കുന്ന അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷനിൽ നടുവിലുള്ള ആളെ മാത്രം അറിയൂല എങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക അത് കാണാൻ. അല്ലെങ്കിൽ ബ്രെഡ്ത്ത് അല്ലെങ്കിൽ വീതി എന്ന് പറയുന്നത് എന്തായിരിക്കും? വീതി ഈസ് ഈക്വൽ ടു 1/2 ഡിവൈഡഡ് ബൈ 3/4 ആണ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇവനെ കാണാൻ ഇതേ ഡിവൈഡഡ് ബൈ ഇതാണ്, അത് തന്നെ ഇവനെ കാണാൻ ഇത് ഡിവൈഡഡ് ബൈ ഇതാണ്. എങ്ങനെയാ ചെയ്യാ? 1/2 ഇൻറ്റു ഇതിന്റെ റെസിപ്രോക്കൽ 4/3 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 × 4 4 ആണ്, ബൈ 2 × 3 6 ആണ്. ഇതിനെ വേണമെങ്കിൽ ഒന്ന് ചെറുതാക്കിയാൽ വളരെ നല്ലത്. എന്താക്കും? നമ്മൾ വേണമെങ്കിൽ 2നെ 2 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എത്ര വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 2/3 ആയിരിക്കും ആൻസർ. സിമ്പിൾ അല്ലേ? പഠിച്ചു കഴിഞ്ഞില്ലേ? ഒരു പ്രശ്നവുമില്ലല്ലോ, അടിപൊളിയല്ലേ? അങ്ങനെയെങ്കിൽ ദ ലാസ്റ്റ് വൺ, ഇത് കാണുമ്പോഴാണ് എല്ലാ മക്കളും പറയല്, അയ്യോ ഇത് ഭയങ്കര ടഫാ മിസ്സേ എന്ന് പറയുന്ന ഒരു ഭാഗമാണിത്. ടൈപ്പ് 5 ഇത് നമ്മൾ നോക്ക്, നല്ല ഈസി ആയിട്ട് നമ്മൾ പഠിച്ചെടുക്കും. അതായത് ഇത് ഇത്രയേ ഉള്ളൂ. എ 16 meter long road is cut into pieces of 2/3 meter. How many such pieces will be there? 16 മീറ്റർ നീളമുള്ള ഒരു വടി 2/3 മീറ്റർ നീളമുള്ള കഷ്ണങ്ങളായി മുറിക്കുന്നു. അത്തരം എത്ര കഷ്ണങ്ങൾ ഉണ്ടാവും എന്നാണല്ലോ ചോദിച്ചത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ, എൻ്റെ കയ്യിൽ എന്തുണ്ട് മക്കളെ? ഈ ക്വസ്റ്റ്യൻ്റെ നോട്ടൊക്കെ കിട്ടണമെങ്കിൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോ കേട്ടോ. കമന്റ് ബോക്സിന്റെ മുകളിലുണ്ട്, വേണമെങ്കിൽ ജോയിൻ ചെയ്തോ. അവിടെ ആയിരിക്കും ക്വസ്റ്റ്യൻസും സാധനമൊക്കെ പോകുന്നുണ്ടാവുക. നിങ്ങൾ ഇങ്ങനെ അറ്റത്ത് നിൽക്കേണ്ടി വരും ഓൺ എക്സാമിന്. നമുക്ക് ഇത്രയേ ഉള്ളൂ. അതായത് 16 മീറ്റർ ആണ് നമ്മളുടെ നീളം. ആ 16 മീറ്ററിനെ 2/3 അല്ലേ, 2/3 മീറ്റർ നീളമുള്ള എത്ര പീസസ് ആയിട്ട് മുറിക്കാന്ന് നമ്മളോട് ചോദിച്ചത്. എത്ര പീസസ് ആക്കാം? ഓക്കെ, നമുക്ക് ഇനിയിപ്പോ എങ്ങനെ ചോദിച്ചെങ്കിൽ സിമ്പിൾ ആയിരുന്നു അല്ലേ? അതായത് നിങ്ങളോട് ചോദിക്കുകയാണ് 8 മീറ്റർ നീളമുള്ളതിനെ 2 മീറ്റർ നീളമുള്ള എത്ര പീസസ് ആക്കാം? 1 2 3 4 പീസസ് ആക്കാം. 2 + 2 + 2 + 2 എന്തായി? 8 ആയി. അപ്പൊ 4 പീസസ് ആക്കാം. ആ 4 പീസ് നിങ്ങൾക്ക് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ശരിക്കും ഈ 8 ഡിവൈഡഡ് ബൈ ഒരു പീസിന്റെ നീളം എത്രയാ? 2. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 4 പീസാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അതുപോലെ തന്നെ വേണമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഞാൻ പറയാണ്, എൻ്റെ വേറൊന്നുണ്ടേ, അതിൻ്റെ നീളം എന്ന് പറയുന്നത് 12 ആണ്. അതിനെന്ത് ചെയ്യുന്നു? 4 മീറ്റർ നീളമുള്ള പീസസ് ആക്കുന്നത്. 4 മീറ്റർ. ഓക്കെ, 4 എത്ര പീസസ് ആക്കാം? 3 പീസസ് ആക്കാം അല്ലെ? 1 2 3 4 + 4 + 4 12 ആയി. അത് കാണാൻ ഇതിനെ 3 പീസസ് ആക്കാം എന്ന് കാണാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 12 ഹരിക്കണം, ഇതിന്റെ ടോട്ടൽ നീളം ഹരിക്കണം 1ന്റെ, ഒരു കഷ്ണത്തിന്റെ നീളം 4 കണ്ടാൽ 3 പീസാണ് എന്നുള്ളത് മനസ്സിലാവും. അതുപോലെ തന്നെ ഇവിടെ 16 ആണ് ടോട്ടൽ നീളം. ഒരു പീസിന്റെ ലെങ്ത് 2/3 ആണെങ്കിൽ നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കുക അവിടെ എത്ര പീസ് ഉണ്ട് എന്ന്? വെരി ഈസി. 16 ഹരിക്കണം 2/3 ചെയ്താൽ മതി. സിമ്പിൾ അല്ലേ ഡൗട്ടാ? അങ്ങനെയെങ്കിൽ എന്തായിരിക്കും? നമുക്ക് 16 ഗുണിക്കണം 2/3 തിരിച്ച് എഴുതിയത് 3/2. ഇതിന്റെ താഴെ ആരും ഇല്ലെങ്കിൽ ഒരു /1 ആഡ് ചെയ്ത് കൊടുത്തോ. 16 × 3 3 6 18 8 1 ഉണ്ടാവും. 3 1 3 4 48/2 എത്ര വരും? 24 ആയിരിക്കും. എത്ര പീസസ് ഉണ്ടാക്കാം? 24 പീസസ് ഉണ്ടാക്കാം. സോ മിസ് ഒന്ന് ജസ്റ്റ് ഇതാ പറഞ്ഞുതരാണ്. ഇതിൽ 5 ടൈപ്പാണ് ഉള്ളത്. 5ൽ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് വെറുതെ ഞാൻ കൂട്ടിയതാണ്, എന്നാലും കൂട്ടിയിട്ട് പോട്ടെ. 5 ടൈപ്പാണുള്ളത്. ഒന്നാമത്തെ വ്യുൽക്രമം അല്ലെങ്കിൽ റെസിപ്രോക്കൽ കാണാൻ മക്കൾ പഠിക്കണം. ഈ നമ്മളുടെ പാർട്ടിലും അതുപോലെ ടൈംസിലും മടങ്ങിലും ഭാഗത്തിലും എഴുതാൻ എങ്ങനെയാന്ന് പഠിക്കണം. ടൈംസ് എന്ന് പറഞ്ഞാൽ വലുത് ബൈ ചെറുതാണ്, മറ്റേതെന്താണ്? അതിന്റെ റെസിപ്രോക്കൽ ആണ്. പിന്നെയാണ് നമ്മൾ ഹരിക്കുന്ന എങ്ങനെയാന്ന് നമുക്കറിയാം. നമ്മൾ ഒന്നുകൂടെ നോക്കി. എന്നിട്ട് നോക്ക്, ഹരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 3 രീതിയിൽ വരാം. അതായത് ഒന്നാമത്തെ പറഞ്ഞാൽ 1ന്റെ 3/4 ഓഫ് എ നമ്പർ. ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കും 3/4 ഓഫ് എ ടാങ്ക് ഈസ് 12 ലിറ്റർ, അല്ലെങ്കിൽ 3/4 ഓഫ് എ വെസൽ ഈസ് ഇത്. അങ്ങനെയെങ്കിൽ വെസലിൽ എത്ര കൊള്ളും? അതൊക്കെ സെയിം ആണ്. 3/4 ഇൻറ്റു ആ വെസലിന്റെ നീളം അല്ലെങ്കിൽ നമ്പർ സംഖ്യ എന്ന് പറയുന്നതാണ് 12. ഇതാണ് കാണേണ്ടത്. ഇത് എന്ന് പറയുമ്പോൾ 12 ഹരിക്കണം 3/4. ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത ഏരിയയും ഈ സെയിം കണക്കാണ്. അതായത് ഏരിയ തന്നിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു സൈഡ് തരൂല. അപ്പൊ എങ്ങനെയാ കാണാന്നുള്ളത്? ദ ലാസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രശ്നങ്ങളായിട്ടുള്ള 16 മീറ്റർ നീളമുള്ളതിനെ 3 മീറ്റർ നീളമുള്ള പീസസ് ആക്കുമെങ്കിൽ ഒരു പീസിന്റെ നീളം എത്ര? ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ചോദിക്കും. ഒരു പീസിന്റെ നീളമല്ല, അവിടെ എത്ര പീസസ് ഉണ്ടാവും? അത് നമ്മൾ പഠിച്ചു. ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. സോ നമുക്ക് ഇതുപോലെ എല്ലാ ചാപ്റ്റേഴ്സും മുക്കും മൂലയും ഒക്കെ ഫുൾ അരച്ച് പറക്കി പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കടാ ഇപ്പോഴും നിങ്ങൾക്ക് ചാൻസ് ഉണ്ട്. ബിക്കോസ് അടുത്ത ബാച്ച് ജൂലൈ 31 സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ബാച്ച് എന്ന് പറയുന്നത് ഓണം എക്സാമിന് സ്പെഷ്യൽ ആയിട്ടുള്ളതാണ്. നമുക്ക് ഓൾറെഡി റെക്കോർഡഡ് ക്ലാസ് ഒക്കെ നമ്മളുടെ ആപ്പിൽ ഉണ്ടാവും. പക്ഷേ ഈ ഒരു ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്കായിട്ട് മാത്രം, ഓണം എക്സാമിനായിട്ട് മാത്രം ഞങ്ങൾ വേറെ തന്നെ ഫോൾഡർ ഉണ്ടാക്കിയിട്ട് അവിടെ നിങ്ങൾക്ക് പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, വൺ ഷോട്ട് ആയിക്കോട്ടെ ഒക്കെ ഒരു ഫോൾഡറിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയൊന്നും നിങ്ങളിപ്പം കാണണ്ട. ബാക്കിയൊക്കെ ഞങ്ങൾ ഷെഡ്യൂൾ തന്നിട്ട് എക്സാമിന് ശേഷം നിങ്ങൾക്ക് ഓരോന്ന് ക്രിസ്മസ്
ക്രിസ്മസ് എക്സാമിനേക്ക് നിങ്ങൾക്ക് സെറ്റപ്പ് ആക്കി തരും. പക്ഷേ ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഞങ്ങളെ ഈ ഓണം എക്സാമിന് ഞങ്ങൾ പറയുന്ന കാര്യം മാത്രം ആ ദിവസങ്ങളിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നുമില്ലാതെ സീറോയിൽ കിടക്കുകയാണെങ്കിലും മക്കളെ ഞങ്ങൾ നിങ്ങളെ പൊന്തിച്ച് കൊണ്ടുവന്ന് A ഗ്രേഡിൽ എത്തിക്കും എന്നുള്ളത് ഇത് ഹനീന മിസ്സിന്റെ ഉറപ്പാണ്, എഡ്യൂപോർട്ടിന്റെ ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ കമന്റ് ബോക്സിന് മുകളിൽ ഒരു രജിസ്ട്രേഷൻ ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ നമ്മുടെ ഓഫർ നടക്കുന്നുണ്ട് 2599 ഉള്ളത്. അപ്പോൾ ഒരു ഓഫർ എങ്കിലും ലോക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടുന്ന് വിളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ രജിസ്ട്രേഷൻ ലിങ്കിൽ എന്തായാലും രജിസ്റ്റർ ചെയ്യാം കേട്ടോ. സോ മറ്റൊരു ചാപ്റ്ററുമായിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ.